നമ്മുടെ വിഴിഞ്ഞം പദ്ധതി അത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. രണ്ടാം ഘട്ടം ഉദ്ഘാടനത്തിന് ഇനി ചെറിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള കാത്തിരിപ്പിലാണ്. കാരണം ഒന്നാം ഘട്ടം ആ പദ്ധതി നമുക്ക് നൽകിയ ആത്മവിശ്വാസവും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിയതുമൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പോൾ അതിഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട മന്ത്രി ശ്രീ VN വാസവനാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. മിനിസ്റ്ററെ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം മിനിസ്റ്ററെ, ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ടം അത് നമുക്കൊക്കെ നൽകിയ സന്തോഷവും ആത്മവിശ്വാസവും അതൊക്കെ പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം ഈ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ 710 കപ്പലുകൾ, 15 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങി വൻകരകളിലേക്കൊക്കെയും നേരിട്ടുള്ള സർവീസുകൾ, അങ്ങനെ കേരളത്തിന് തന്നെ മുഖച്ഛായ മാറ്റിമറിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞോ മിനിസ്റ്ററെ? നമ്മൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞോ? പ്രതീക്ഷകൾ എത്രത്തോളമാണ്? രണ്ടാം ഘട്ടം നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നാളെ 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നതാണ്. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാൻ ഇന്നലെ പോയി തുറമുഖത്ത് പോയിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പോയി പരിശോധിച്ചു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു ഇന്നലെ തന്നെ. ഇന്നത്തോടുകൂടി ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കും. പ്രധാനമായും നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ വികസനം നടക്കുന്നതോടെ 2, 3, 4 ഘട്ടങ്ങൾ ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത. മറ്റൊരു സവിശേഷത, മുമ്പുണ്ടാക്കിയിരുന്ന കരാർ റദ്ദ് ചെയ്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കരാർ അനുസരിച്ച് 17 വർഷം മുമ്പ്, അതായത് 2028-ൽ 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ആദ്യം ഉണ്ടായിരിക്കുന്ന കരാർ അനുസരിച്ച് 2045-ൽ മാത്രമേ ഇത് പൂർത്തീകരിക്കപ്പെടുമായിരുന്നുള്ളൂ. അതാണ് നമ്മൾ പൊളിച്ചെഴുതിയ കരാർ. അതിൻ്റെ നേട്ടങ്ങളും അതാണ്. അപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ 10 ലക്ഷം കണ്ടെയ്നറായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ അതിനേക്കാൾ ഒക്കെ ബഹുദൂരം നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 13.5 ലക്ഷം TU കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ കണക്കെടുക്കുമ്പോൾ, ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, 710 ഷിപ്പുകളിലായി 15.15 ലക്ഷം TU കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായൊരു നേട്ടമാണ്. ഇതേപോലുള്ളൊരു തുറമുഖത്ത് നാം പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതെടുത്ത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ 24-ാം തീയതി, അതായത് നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മറ്റൊരു നേട്ടം കൂടി ഉണ്ടാക്കുന്നുണ്ട്. കരമാർഗമുള്ള ഗതാഗതം, നമുക്ക് ചരക്ക് ഗതാഗതം ആരംഭിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ അപ്രോച്ച് റോഡ് നമ്മൾ നിർമ്മിച്ചിരുന്നു. ആ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും പ്രവർത്തനം, അത് തുറന്നു കൊടുക്കുന്ന ഉദ്ഘാടനവും നാളെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ റോഡ് കണക്ടിവിറ്റിയിലേക്ക് കൂടി നമ്മൾ ആദ്യം എത്തിച്ചേരുകയാണ്. ഇനി ഇത് കൂടുതൽ നമുക്ക് വരേണ്ടത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ക്ലോവർ ലീഫ് ഉൾപ്പെടെ പണി കഴിപ്പിക്കേണ്ടതിൻ്റെ ത്വരിതഗതിയിൽ ഇപ്പോൾ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, റെയിൽവേയുമായി ബന്ധപ്പെട്ട നമ്മുടെ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി 10.7 കിലോമീറ്റർ റെയിൽവേ പാത, അതിൽ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. അതിനുവേണ്ടി 2 പഞ്ചായത്തുകളിലെ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. 3ാമത്തെ പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും ഒക്കെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള പ്രവർത്തനം 2028 കമ്മീഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ രണ്ടാം ഘട്ട തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനത്തിൽ ഏതാണ്ട് 1000-ൽ പരം മീറ്റർ കൂടി നമുക്ക് പുതിയതായി ബ്രേക്ക് വാട്ടർ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുന്നതോടുകൂടി 4000 മീറ്റർ, അതായത് 4 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നമുക്ക് വലിയ രൂപത്തിൽ പുലിമുട്ടുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ 800 മീറ്റർ ബർത്താണ് നമുക്കുള്ളത്. അത് വർദ്ധിപ്പിച്ച് 1200 മീറ്ററോട് കൂടി 2000 മീറ്റർ ബർത്ത് എന്ന രൂപത്തിലേക്ക് പുതിയ ഘട്ടങ്ങൾ വരികയാണ്. ഇത് വരുന്നതോടുകൂടി നമുക്ക് ഒരേ സമയത്ത് തന്നെ 5 ഷിപ്പുകൾ വരെ ഇവിടെ വന്ന് നമുക്ക് നങ്കൂരമിട്ട് പ്രധാനമായി അതിൻ്റെ അൺലോഡിങ്ങും ലോഡിങ്ങും ഒക്കെ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പം തന്നെ നമുക്ക് 2 ഷിപ്പുകൾ ഒരേ സമയത്ത് വന്ന് കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സമീപകാല ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടങ്ങളാണ്. അതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, പിന്നിട്ട കാലയളവിൽ അല്ലെങ്കിൽ ഈ 1 വർഷത്തിനുള്ളിൽ നമുക്ക് ലോകത്തെ ഏറ്റവും കൂറ്റൻ കപ്പലുകളായിട്ടുള്ള MSCയുടെ ഐറീനയും MSC ടർക്കിയും
MSC വെറോണയും ഉൾപ്പെടെയുള്ള കൂറ്റൻ കപ്പലുകൾ ഇവിടെ വന്നുപോയി എന്നുള്ളതാണ്. അതൊരുപക്ഷേ ദുബായ് തുറമുഖത്തോ കൊളംബോയിലോ ഒന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത ഷിപ്പുകളാണ് ആ കൂറ്റൻ കപ്പലുകൾ. ഇങ്ങനെ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ വന്നു പോകുന്ന സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ നൽകുന്നു. തീർച്ചയായും മിനിസ്റ്ററെ, അത്രയേറെ അഭിമാനമാണ് വിഴിഞ്ഞം നമുക്ക് നൽകിയത്. അങ്ങും ഇന്നലെ കഴിഞ്ഞ ദിവസം CMO ഒക്കെ പറഞ്ഞനുസരിച്ച് 2045 പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്ത പദ്ധതികൾ 17 വർഷം മുൻപേ, അതായത് 2028 തന്നെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അങ്ങും പറഞ്ഞത്. അതേപോലെ തന്നെ CMO ഒക്കെ പറഞ്ഞത്. പക്ഷേ അപ്പോഴും മിനിസ്റ്ററെ, ഈ വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക അവഗണനകളുണ്ടല്ലോ, അതിപ്പോഴും തുടരുകയാണല്ലോ. ഇപ്പം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആകട്ടെ, അത് ഗ്രാൻഡായി നൽകണമെന്ന സാമാന്യ തത്വത്തിന് വിരുദ്ധമായി, കേൾക്കുമ്പോൾ വിചിത്രം എന്ന് തോന്നുന്ന, അത് പലിശ സഹിതം പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയൊക്കെ കേന്ദ്രം ഇപ്പോഴും മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിനെയൊക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് മറികടക്കുന്നത്? നമ്മൾ ഈ കാര്യത്തിൽ സേതുലക്ഷ്മി സൂചിപ്പിച്ച രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ട VGF, അതായത് വയബിലിറ്റി ഗ്രാൻഡ്, അവർ യഥാർത്ഥത്തിൽ തരേണ്ടിയിരുന്നത് നമുക്ക് ഗ്രാൻഡായിട്ടാണ്, ആ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. അപ്പോൾ ഗ്രാൻഡായി തരേണ്ടതിന് പകരം ലോണായി തരാമെന്നായിരുന്നു നമുക്ക് കിട്ടിയ മറുപടി. നിരവധി ഘട്ടങ്ങളിൽ നമ്മൾ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിട്ടും അവർ ഈ കാര്യത്തിൽ കടുംപിടുത്തമായി നിന്നു. അതേസമയത്ത് കേരളത്തിൽ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഇത്തരം പ്രോജക്റ്റുകൾക്ക് അവർ നൽകിയിട്ടുള്ള VGF എടുത്താൽ അതെല്ലാം ഗ്രാൻഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം തൂത്തുക്കുടിക്ക് പോലും 1000 കോടി രൂപ അവർ കൊടുത്തപ്പോൾ അത് ഗ്രാൻഡായിട്ടാണ് കൊടുത്തത്. നമുക്ക് 871.71 കോടി രൂപ തരേണ്ട സ്ഥാനത്ത് അത് വായ്പയായിട്ട് മാത്രമേ തരൂ എന്ന് വാശി പിടിച്ചു. അവസാനം തർക്കവും വിവാദവുമായി നിന്നിട്ട് പ്രമുഖോദ്ഘാടനം നടക്കാതിരിക്കേണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിച്ചത് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വായ്പയായിട്ടാണ് യഥാർത്ഥത്തിൽ VGF ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രോജക്റ്റിന് വേണ്ടി 1 രൂപ പോലും തന്നില്ല എന്നുള്ള ഖേദകരമായ അവസ്ഥ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്നാം ഘട്ട വികസന രംഗത്ത് ഏതാണ്ട് 65% മുതൽ മുടക്കും സംസ്ഥാന ഗവൺമെൻറ്റിതാണ്. 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല. അപ്പോൾ തുടർന്ന് നടക്കാൻ പോകുന്ന 2, 3, 4 ഘട്ടത്തിന് ഏതാണ്ട് 9700 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് പൂർത്തീകരിച്ച് 2028 എത്തുമ്പോഴേക്ക് ലോകത്തെ നമ്പർ 1 തുറമുഖമായി നമ്മൾ മാറിത്തീരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടം. അതിൽ എടുത്തു പറയത്തക്ക നമ്മുടെ തുറമുഖത്തിൻ്റെ സവിശേഷത പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും നമുക്കുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് 10 നോട്ടിക്കൽ മൈലേ ഉള്ളൂ നമ്മുടെ തുറമുഖത്തു നിന്ന് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലേക്ക്. 2, ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു കൂറ്റൻ ഷിപ്പുകൾക്കും നങ്കൂരമിടാൻ കഴിയുന്നത് നമുക്ക് 20 മീറ്റർ ആഴമുണ്ട് എന്നുള്ളതാണ്. 3, ആ 20 മീറ്റർ ആഴമുള്ളപ്പോൾ തന്നെ അടി മുഴുവൻ പാറയായതുകൊണ്ട് ഒരു കപ്പൽ വന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും ഡ്രഡ്ജ് ചെയ്യേണ്ട സാഹചര്യം നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ സൗന്ദര്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായ ഈ സൗകര്യവും സൗന്ദര്യവും പ്രയോജനപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ ലോകത്തെ നമ്പർ 1 തുറമുഖമായി നമ്മുടെ പൂർണ്ണതയിലെത്തുമ്പോൾ നാം മാറിത്തീരുകയാണ്. അത് ഇപ്പം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് നമ്മുടെ രാജ്യാന്തര ബന്ധങ്ങൾ വളർന്ന് വിപുലീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടവും ഈ കാലഘട്ടത്തിൽ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പം നമ്മൾ ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ശേഷി 15 ലക്ഷം TUV എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനിപ്പം രണ്ടാം ഘട്ടം വരുമ്പോൾ എത്രയായിട്ടാവും ഉയരുക? 50 ലക്ഷം പെർ ഇയർ. 50 ലക്ഷമായി രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ പെർ ഇയർ വരും. അതൊരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് വരാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ 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 ശരി ശരി മിനിസ്റ്റർ, ഇപ്പം മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ഞാൻ കടക്കുകയാണ്. ഇപ്പോൾ സമയപരിമിതി കൊണ്ട് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊന്നും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ രാജി അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നില്ല. ഇപ്പോൾ നിയമസഭ തുടങ്ങിയപ്പോൾ പൊടുന്നനെ ഒരു ആവശ്യം വരികയാണ്. എന്താകും പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം മിനിസ്റ്റർ? തിരഞ്ഞെടുപ്പ് തന്നെയാകുമോ? അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. കാരണം ഈ രംഗത്ത് മറ്റെല്ലാം നടത്തിയിട്ട് അവർക്ക് രക്ഷയില്ല. ഇനി തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പം നിർദ്ദേശിച്ചിട്ടുള്ളൊരു പുതിയ കാര്യമുണ്ട്. ഞങ്ങൾ നേരത്തെ എഴുതി കൊടുത്തതുമാണ്. ഇത് സമഗ്രമായൊരു അന്വേഷണം മുമ്പ് വിജയമല്ലി ഈ സ്വർണം ഇവിടെ കൊടുത്ത ഘട്ടം മുതൽ ഇപ്പം വരെയുള്ളത് പൊതുവിൽ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തു. അപ്പോൾ 2010 മുതലുള്ള കാര്യം അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള തീവെട്ടിക്കൊള്ള കൂടി പുറത്തു വന്നാൽ
അത് ഇപ്പോൾ UDFനെയും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പുതിയ ടാക്റ്റിക്കൽ അപ്രോച്ചുമായിട്ട് വന്നു ഒരു ബഹളത്തിൽ തീർത്ത് സഭയിൽ ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഇന്നലെ വരേണ്ടത് ഒരു അടിയന്തര പ്രമേയമാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യാനാണെങ്കിൽ. നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുമ്പോൾ കാര്യകാരണ സഹിതം സഭയിൽ വരും. അപ്പോൾ അവർക്കുണ്ടാകും ഒരു പ്രതിക്കൂട്ടിലാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ ഇത്തരത്തിലൊരു ടാക്റ്റിക്കൽ അപ്രോച്ച് എടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ അവർ ഉത്തരം നൽകിയിട്ടില്ല. ഏറ്റവും വലിയ രൂപത്തിലുള്ള കൊള്ള നടത്തിയ ഒന്നാം പ്രതിയായിട്ടുള്ള ഈ പോറ്റിയും അതോടൊപ്പം ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന ഗോവർദ്ധനും ഒരേ സമയത്ത് തന്നെ അതീവ സുരക്ഷയുള്ള ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി പ്രത്യേകിച്ച് പാരിതോഷികം അങ്ങോട്ട് കൈമാറുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. അത് ചിത്രത്തിൽ എല്ലായിടത്തും വന്നു. എങ്ങനെയാണ് അവർക്ക് അവിടെ എത്തിപ്പെടാൻ ഈ ബന്ധം ഉണ്ടായത് എന്നൊരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉയർത്തിയിട്ട് ഇന്നുവരെ ഒരു കോൺഗ്രസ്സുകാരും അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടിയിട്ട് അവർ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിലുള്ള കള്ളന്മാരെ പിടിക്കണമെന്ന നമ്മുടെ PJ കുര്യൻ ഒരു ദിവസം ഒരു മറുപടി തന്നായിരുന്നു. അതായത് PJ കുര്യൻ പറഞ്ഞത് താൻ സോണിയാഗാന്ധിക്ക് ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് ആരവസരം ചോദിച്ചാലും നൽകുമെന്നായിരുന്നു. അപ്പോൾ ഏത് കള്ളന്മാർക്കും അവസരം കൊടുക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. സോണിയാഗാന്ധിയെ പോലെ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ഉന്നതയായ ഒരു നേതാവ് ഏത് തരത്തിലുള്ള കള്ളന്മാർ വന്നാലും കയറ്റി അവിടെ സ്വീകരിക്കുന്ന ശൈലി ഒരിക്കലും ശരിയല്ലല്ലോ. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഗൗരവമേറിയ പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ആ ഒരു മറുപടി തൃപ്തികരമല്ല എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടായത് എന്നുള്ളതിന് ഒരു വിശദീകരണം ആ കാര്യത്തിലില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാര്യത്തിൽ അവിടെ നിത്യസന്ദർശകൻ ആരായിരുന്നു എന്നുള്ളത് വിക്രമൻ നായരുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് പോറ്റിയുടെ വീട്ടിലെ. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് എഴുതി കൊടുത്തത്, ഞാനാണ് എഴുതി കൊടുത്തത്, സ്റ്റാൻഡിംഗ് കൗൺസിലിന് കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് 2010 മുതൽ 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം, സമഗ്ര അന്വേഷണം വേണമെന്നും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കള്ളന്മാരെ കൊണ്ടുവരികയും സ്വർണം ശബരിമല എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് നിലപാട് എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതെല്ലാം അവർക്ക് തിരിച്ച് വിനയായി വരുന്നൊരു ബൂമറാങ് പോലെ അവസാനം അവരുടെ നേരെ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ പുതിയ സ്റ്റൈൽ എടുത്തിട്ട് അടിയന്തര പ്രമേയമൊന്നും കൊണ്ടുവരാൻ അവസരം നൽകാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിയാതെ അതിനുള്ള അവസരം വിനിയോഗിക്കാതെ ബഹളവുമായി മുന്നോട്ട് വന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ കാര്യത്തിൽ അവർക്ക് നിലനിൽക്കണമെങ്കിൽ അത് വേണമെന്ന രൂപത്തിലേക്കാണ് അവരുടെ നീക്കം. ഒരു പുതിയ പുകമാർ സൃഷ്ടിക്കാൻ കഴിയുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൻ്റെ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ വ്യക്തമായ ശക്തമായ നിലപാടാണുള്ളത്. ആരാണോ ഇത് കട്ടത് അവരെ ജയിലിലാക്കണം, സ്വർണം ശബരിമലയിലെത്തണം. ഈ കാര്യത്തിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അനുസരിച്ചാണെങ്കിൽ മിനിസ്റ്റർ ഇപ്പം തന്ത്രിയുടെ അറസ്റ്റിനൊക്കെ പിന്നാലെ SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള രണ്ട് രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കി, ബോധപൂർവം കുടുക്കി, പലരെയും രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴാണ് ഇന്ന് SIT ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് തന്ത്രിക്ക് ഈ വിഷയത്തിൽ നേരിട്ട് പങ്കെന്നാണ്. അതെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ SIT ആണ് ചെയ്യുന്നത്. മറിച്ച് ഗവൺമെൻറ് നേരിട്ടോ വല്ലോ ആയിരുന്നെങ്കിൽ ഇവർ ഉണ്ടാക്കുന്ന ഒരു ബഹളം എന്തായിരുന്നു, അത് രാഷ്ട്രീയമാക്കി തന്നെ. പക്ഷേ ഇപ്പോൾ SIT കൃത്യമായി ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ നീക്കത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഏറ്റവും മാന്യമായി നിയമപരമായി സത്യസന്ധമായി അതിൻ്റെ അന്വേഷണം നടക്കുന്നു എന്ന് കോടതി രേഖപ്പെടുത്തിയതിനോട് പൂർണ്ണമായി നമ്മൾ യോജിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആരായിരുന്നാലും X or Y എന്ന് ഞാൻ എപ്പോഴും പറയും, ആരായിരുന്നാലും ഈ കാര്യത്തിൽ കൊള്ള നടത്തിയിട്ടുള്ള ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. അത് കേസുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ വരവാണ്. ഇപ്പം ഈ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ EDയുടെ വരവ് പലപ്പോഴും കാണാറുണ്ട്. ഇപ്പം നമ്മൾ ബംഗാളിൽ സമാനമായിട്ട് കണ്ടു, കേരളത്തിലും കാണുന്നുണ്ട്. ഈ EDയുടെ വരവ്, മണിക്കൂറുകൾ നീളുന്ന പരിശോധന, ഇതൊക്കെയും ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ചതുപോലെ അതും ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമായി തന്നെ വിലയിരുത്തണമോ മിനിസ്റ്ററെ? നിശ്ചയമായും ED തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും BJP ഇതര സംസ്ഥാനങ്ങളിൽ രംഗപ്രവേശം ചെയ്യുന്നൊരു കൂട്ടരാണ് EDയുടെ മുൻ നീക്കം നമ്മൾ കേരളത്തിൽ കണ്ടു. സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് നമ്മൾ കണ്ടതല്ലേ. ഖുറാനിൽ സ്വർണം കൊണ്ടുവന്നെന്നും ചെമ്പ് കൊണ്ടുവന്നെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു വിവാദങ്ങളുണ്ടാക്കി നാടകങ്ങൾ കളിച്ച EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറെ ഇപ്പോൾ പുറത്താക്കിയില്ലേ. അയാൾ രാധാകൃഷ്ണൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം ഇപ്പോൾ വെളിയിൽ വന്നില്ലേ. വലിയ രൂപത്തിലുള്ള കറപ്ഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാനും വേണ്ടി EDയെ
ഒരു ടൂളാക്കി മാറ്റുക എന്ന രൂപത്തിലേക്കാണ് സെൻട്രൽ ഗവൺമെൻറ് ആ രംഗത്ത് ഇടപെട്ടതെന്ന് നമ്മൾ അന്ന് കണ്ടു, ബംഗാളിൽ കണ്ടു, പല മേഖലയിൽ കണ്ടു. എന്ന് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വരുന്നു, ആ ഘട്ടത്തിലേക്ക് ഇ ഡി വന്നു. ഇ ഡി വന്നിട്ടും വിവേചനാപരമായിട്ടല്ലേ അവരുടെ അന്വേഷണങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടല്ലോ. അവർ പല കേന്ദ്രങ്ങളിൽ പോയി റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇത്തരത്തിൽ ചില പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണല്ലോ ചെയ്തത്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായ ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ട് ഇ ഡി വരുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷിക്കുന്ന നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ജനങ്ങൾ പൊതുവെ അംഗീകരിച്ചു, ഏറ്റവും സത്യസന്ധമായി നീതിപൂർവമായി നടക്കുന്നു. ആ രൂപത്തിലാണെങ്കിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പക്ഷപാതപരമായും രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയും പകപോക്കൽ രാഷ്ട്രീയത്തിന് വേണ്ടിയും ഒരു ടൂളായി ഇ ഡിയെ ഉപയോഗിക്കുന്ന ശൈലിയോട് നമുക്ക് യോജിപ്പില്ല. ഓക്കെ മിനിസ്റ്ററെ, ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം ഈ സമുദായ സംഘടനകളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് താങ്കൾ, എല്ലാ നേതാക്കളുമായിട്ടും. ഇപ്പം മുൻപ് 2006-11 കാലഘട്ടങ്ങളിൽ നടന്ന ഐക്യത്തിന് പിന്നിൽ സംഘപരിവാറിൻ്റെ കരങ്ങളാണെന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ ഐക്യത്തെ എങ്ങനെയാണ് CPM നോക്കിക്കാണുന്നത്, ശ്രീ VN വാസവൻ? ഇവിടെ സമുദായങ്ങൾക്ക് അവരുടെ നിലപാടുകൾ സ്വതന്ത്രമായി സ്വീകരിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. അപ്പോൾ അവർ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അതിനെ ആരും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അത് അവരുടെ അഭിപ്രായം അനുസരിച്ചും അവരുടെ പൊതുവായ ജനങ്ങളുടെ തീരുമാനം അനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അത്തരമൊരു സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നാട്. ഇവിടെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അവിടെ ഒരു സമുദായത്തോടും ഞങ്ങൾ സ്പർദ്ധ കൽപ്പിക്കാറില്ല. എല്ലാ സമുദായങ്ങളോടും ഗവൺമെൻറ്റിന് ഒരേ നിലപാടുകൾ എന്നുവെച്ചാൽ അവരോട് സൗഹാർദ്ദപൂർണ്ണമായ സമീപനങ്ങളാണുള്ളത്. അവരെ ആരെയും ഏതെങ്കിലും ഘട്ടത്തിൽ പ്രകോപിപ്പിക്കാനോ അവരെ ഏറ്റവും ഒന്നിനെതിരായി മറ്റൊന്നിനെതിരായി തിരിച്ചുവിടാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷമായി ഒരു വർഗീയ കലാപം പോലും ഉണ്ടാവാതെ. മുമ്പ് നിങ്ങൾ ഓർക്കുമല്ലോ, കേരളത്തിൽ 1-ാം മാറാട് കലാപം, 2-ാം മാറാട് കലാപം 18 പേരാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അതേപോലെ തന്നെ തിരുവനന്തപുരം വെന്ത് ചാമ്പലായി ഗവർണർ രാമേന്ദ്രൻ അന്ന് യഥാർത്ഥത്തിൽ കൊച്ചി പോയി ഇറങ്ങിയ സംഭവം, ചാലക്കമ്പോളം വെന്ത് ചാമ്പലായ സംഭവം, അതുപോലെ തന്നെ പൂന്തറ വെടിവെപ്പ് കലാപം. ഇങ്ങനെ കേരളത്തിൽ എത്രയോ വർഗീയ കലാപങ്ങൾ UDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിലൊരെണ്ണം പോലും എന്തുകൊണ്ടാണ് ഈ 9.5 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഉണ്ടാവാതെ വരുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല മതനിരപേക്ഷതയുടെ സമീപനമാണ്. അവിടെ ഏതെങ്കിലും ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ മറ്റൊന്നിനെതിരായി തിരിച്ചുവിടുകയല്ല. പരമാവധി ജനങ്ങളുടെ ഐക്യവും അതോടൊപ്പം ശാന്തിയും സമാധാനവും നിലനിർത്തുന്ന രൂപത്തിലുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാത്തത്. അതുകൊണ്ട് എല്ലാ സമുദായത്തോടും അതുപോലെ തന്നെ മറ്റ് ഇതിലൊന്നിലും പെടാത്തവരോടുമെല്ലാം ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ഒരേ നിലപാടുകളാണ്. ഒന്നിനെതിരെ മറ്റൊന്നിനെ ഒരിക്കലും തിരിച്ചുവിടുകയോ അത് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നയിക്കാനിടവരുന്ന സാഹചര്യം സംജാതമാക്കുകയോ ഒരിക്കലും ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. അതെല്ലാം വിഷയങ്ങളുണ്ടാകുമ്പോൾ അത് സംയമനത്തോടെ, സഹിഷ്ണുതയോടെ, സമയത്തതയോടെ കൈകാര്യം ചെയ്യുന്നു പോകുന്ന ശൈലികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ സൗഹാർദ്ദപൂർണ്ണമായ അന്തരീക്ഷം കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ മിനിസ്റ്ററെ, ഒത്തിരി സന്തോഷം ഞങ്ങൾക്കിപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിന്. പിന്നെ വിഴിഞ്ഞം 1-ാം ഘട്ടം അത് വലിയ വിജയമായിരുന്നു, നമുക്കൊക്കെയും അഭിമാനമാണ്. അതിനപ്പുറം ഉയരങ്ങളിലേക്ക് 2-ാം ഘട്ടവും എത്തിച്ചേരട്ടെ. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ഒത്തിരി സന്തോഷം.